Hello amigos, Ultraviolet Automotive, the one and only premium electric two-wheeler company in India. In India എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഇൻ ദി ഹോൾ വേൾഡ് എന്ന് പറയുന്നതായിരിക്കും. കാരണം ഈ ഒരു 2 ദിവസം മുന്നേ അൾട്രാവയലറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ലോഞ്ച് ഇവൻറ്റ് കണ്ടവർക്കൊക്കെ അത് കൺഫേം ആയിട്ടുണ്ടാവും. ഈ ഒരു അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവ് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രീമിയം ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കമ്പനീസിനെ നോക്കുമ്പം അതിലൊരു ലീഡിങ് കമ്പനി ആയിട്ട് തന്നെ മാറും എന്നുള്ള കാര്യം ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് കണ്ടവർക്കൊക്കെ കൺഫേം ആയിട്ടുണ്ടാവും. ആ രീതിയിലുള്ള ഇന്നോവേഷൻസും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും അതുപോലെ തന്നെ 2 പുതിയ 2 വീലേഴ്സ്, ഒന്ന് സ്കൂട്ടറും ഒന്നൊരു ലൈറ്റ് മോട്ടോർ സൈക്കിളുമാണ്, അൾട്രാവയലറ്റ് ടെസറാക്ട് ആൻഡ് അൾട്രാവയലറ്റ് ഷോക്ക് വേവ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാർച്ച് 5 അൾട്രാവയലറ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ലോഞ്ച് ഇവൻറ്റിൽ അൾട്രാവയലറ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അൾട്രാവയലറ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് ഈ ഒരു 2 2 വീലേഴ്സിനെ കുറിച്ചൊക്കെയാണ്. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവ്. അൾട്രാവയലറ്റിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇലക്ട്രിക് സ്പോർട്സ് മോട്ടോർ സൈക്കിൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത കമ്പനിയാണ് അൾട്രാവയലറ്റ്. നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഇയേഴ്സ് എടുത്ത് പ്രോപ്പറായിട്ട് R&D ഒക്കെ ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഇലക്ട്രിക് സൂപ്പർ ബൈക്ക് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള F77 MEC 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് സ്പോർട്സ് മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഈ ഒരു 2025 സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ അവർ മറ്റൊരു മോട്ടോർ സൈക്കിൾ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. മറ്റൊരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഈ ഒരു F77 തന്നെ ഒരു വേരിയൻ്റ് അവർ ലോഞ്ച് ചെയ്തു. കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ട് ഒരു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു പോസ്റ്ററൊക്കെ വരുന്ന രീതിയിലുള്ള ഈ ഒരു F77 വേറൊരു വേരിയൻറ്റ്, കുറച്ചും കൂടെ അപ്ഡേറ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് അവർ ഇറക്കിയത് അൾട്രാവയലറ്റ് സൂപ്പർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലോഞ്ച് ഇവൻറ്റ് വീഡിയോ ഞാൻ ആൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് ഞാൻ ഇവിടെ മേലെ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ അൾട്രാവയലറ്റ് ഈ ഒരു 5 മാർച്ചിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള ലോഞ്ച് ഇവൻറ്റിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് അൾട്രാവയലറ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 2 വീലേഴ്സാണ്. ഒന്ന് സ്കൂട്ടറാണ്. അത് 2 ദിവസം മുന്നേ തന്നെ അൾട്രാവയലറ്റ് അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഹെഡ്ലൈറ്റ് സ്നീക്ക് പീക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു സ്കൂട്ടറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കൂട്ടറിൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലോഞ്ച് ഇവൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു നോർമൽ സ്കൂട്ടറല്ല, നമ്മുടെ ഓല ഏതറൊക്കെ ഒരു സൈഡിലേക്ക് മാറി നിന്ന് പോകുന്ന രീതിയിലുള്ള ടെക്നോളജിയും ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു അടിപൊളി പ്രീമിയം, ശരിക്കും നമുക്കൊരു ലക്ഷറി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൂട്ടറാണ് ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ പ്രൈസ് ടാഗ് ആണെങ്കിലോ അതും ഈ ഒരു ഓലയുടെ ഏതറിൻ്റെ ഒക്കെ ആ ഒരു സിമിലർ ആയിട്ടുള്ള പ്രൈസ് ടാഗിൽ തന്നെയാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓലക്കും ഏതറിനൊക്കെ ശരിക്കും ഒരു അടി തന്നെ ആയിട്ടുണ്ട്. ടെസറാക്ട് എന്നാണ് അൾട്രാവയലറ്റ് ഈ ഒരു സ്കൂട്ടറിന് പേര് ഇട്ടിട്ടുള്ളത്. ഈ പേര് പോലെ തന്നെയാണ് ഈ ഒരു സ്കൂട്ടറും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക്, ഒരു ടെക് റിച്ച് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ തന്നെയാണിത്. പക്ഷേ എനിക്ക് ശരിക്കും ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് കണ്ടപ്പം കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് വന്നതും ഗൂസ് ബംപ് മൊമെൻ്റ് ഒക്കെ ഉണ്ടായതും അൾട്രാവയലറ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 2ാമത്തെ 2 വീലറിലാണ്. അതായത് ലൈറ്റ് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിൽ വരുന്ന ഷോക്ക് വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോട്ടോർ സൈക്കിൾ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഒരിക്കലും അൾട്രാവയലറ്റ് ഇത്ര പെട്ടെന്ന് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ഡേർട്ട് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലേക്കാണ് അൾട്രാവയലറ്റ് ഈ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. സാധാരണ എല്ലാ മാനുഫാക്ചറേഴ്സും ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്യുമ്പം ഒരു സാധാ നോർമൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു നേക്കഡ് സ്ട്രീറ്റ് മോട്ടോർ സൈക്കിളാണ് ലോഞ്ച് ചെയ്യാറ്. പക്ഷേ ശരിക്കും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന് ഈ ഒരു ഹൈ ടോർക്ക് പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു ഡേർട്ട് ബൈക്ക് അല്ലെങ്കിൽ ഒരു ക്രൂസർ മോട്ടോർ സൈക്കിളൊക്കെ ലോഞ്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി അടിപൊളി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു സംഭവം കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തിട്ടാണ് അൾട്രാവയലറ്റ് ഇപ്പം ഈ ഒരു ഡേർട്ട് മോട്ടോർ സൈക്കിൾ സെഗ്മെൻറ്റിലേക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതും ലൈറ്റ് വെയ്റ്റ്, അതുപോലെ തന്നെ റയർ വീലിലേക്ക് മാരകമായ ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലാണ് അവർ ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 വണ്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുന്നേ അൾട്രാവയലറ്റ് ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ മറ്റു കുറച്ച് കാര്യങ്ങളും അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു 2 2 വീലറിലേക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ അവർ എത്ര കിലോമീറ്റേഴ്സ് കവർ ചെയ്തു, എത്ര ഫ്യൂവൽ സേവ് ചെയ്തു, എത്ര കാർബൺ എമിഷൻ സേവ് ചെയ്തു, ഇതുപോലെ കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ലോഞ്ച് ഇവൻറ്റും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു അൾട്രാവയലറ്റ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഈ ഒരു 2025 എത്തി നിൽക്കുമ്പം അവർ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബാംഗ്ലൂർ മാത്രം ഉണ്ടായിരുന്ന അൾട്രാവയലറ്റിൻ്റെ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ 13 സിറ്റീസിലുണ്ട്. ഇന്ത്യയിലെ തന്നെ 13 സിറ്റീസിൽ ഇപ്പോൾ അൾട്രാവയലറ്റിൻ്റെ സ്പേസ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ്. സ്പേസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ അൾട്രാവയലറ്റിൻ്റെ ഷോറൂമാണ്.
ഈ ഒരു 13 സിറ്റീസിൽ നമ്മുടെ കൊച്ചിയിലും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം കേരളത്തിൽ കറൻ്റ്ലി കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. ഇല്ലാതെ തന്നെ കാലിക്കറ്റും അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊക്കെ ആയിട്ട് ഷോറൂംസ് വരാൻ ചാൻസുകളുണ്ട്. ഇത് മാത്രമല്ല, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വേൾഡ്സ് ബെസ്റ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അൾട്രാവയലറ്റ് ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് അവൈലബിൾ ആണ്. യൂറോപ്പ് ഉൾപ്പെടെ 40 കൺട്രീസിൽ അൾട്രാവയലറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അതിനുശേഷം അൾട്രാവയലറ്റ് അവരുടെ ബാറ്ററിയുടെ എവല്യൂഷൻ കാണിക്കുന്നുണ്ട്. ബാറ്ററി പാക്കിൻ്റെ അൾട്രാവയലറ്റിൻ്റെ R&D ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് അൾട്രാവയലറ്റിന് ശരിക്കും സ്വാപ്പബിൾ ടൈപ്പ് ബാറ്ററി ആയിരുന്നു. 3 ബാറ്ററി പാക്കായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 14 to 15 കിലോഗ്രാം വെയിറ്റ് വരുന്ന 1.5 kWh കപ്പാസിറ്റി വരുന്ന റിമൂവബിൾ ബാറ്ററീസ് ആയിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ തന്നെ ജനറേഷൻ 3, 4, 5 വന്നപ്പം ഈ ഒരു വെയിറ്റ് അവർ 9 കിലോഗ്രാം ആക്കിയിട്ട് കുറച്ചു. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി പാക്കിൽ തന്നെ NFC കമ്മ്യൂണിക്കേഷൻ, അതുപോലെ eSIM കണക്റ്റിവിറ്റി, ഇതുപോലെയുള്ള മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഈ ഒരു കോമ്പാക്റ്റ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അവർ ബാറ്ററിയുടെ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം അവർ ഈ സ്വാപ്പബിൾ ബാറ്ററി മാറ്റിയിട്ട് ഒരു ഫിക്സഡ് ബാറ്ററി പാക്ക് ആക്കി മാറ്റി. കാരണം അതിന് കുറച്ചും കൂടെ കൂടുതൽ റേഞ്ചും അതുപോലെ കൂടുതൽ എഫിഷ്യൻസി ഒക്കെ തരാൻ പറ്റും എന്നുള്ളതുകൊണ്ട്. ഫസ്റ്റ് ടൈം ഈ ഒരു ഫിക്സഡ് ബാറ്ററിയിലേക്ക് വന്നപ്പം 18,650 സെൽസ് ഉള്ള ഒരു 8 kWh ബാറ്ററി പാക്ക് ആയിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ചും കൂടെ അവർ ഇവോൾവ് ചെയ്തു വന്നു. ഒരു പ്രോപ്പറായിട്ടുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഈ ഒരു സെയിം സൈസിൽ തന്നെയുള്ള ഒരു ബാറ്ററി പാക്ക് അവർ മാനുഫാക്ചർ ചെയ്തു. ഏകദേശം 10 kWh കപ്പാസിറ്റി വരുന്ന 21,700 സെൽസ് വെച്ചിട്ടുള്ള ഒരു പുതിയ ബാറ്ററി പാക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഒരു ബാറ്ററി പാക്കാണ് ഇപ്പം കറൻ്റ്ലി അൾട്രാവയലറ്റിൻ്റെ വണ്ടികളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഈ അൾട്രാവയലറ്റ് പാറ്റൻറ്റ് ചെയ്തിട്ടുള്ള 5 ലെവൽ സേഫ്റ്റി സിസ്റ്റം ഒക്കെ ഈ ഒരു ബാറ്ററി പാക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ സേഫ്റ്റി, തെർമൽ സേഫ്റ്റി, ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഇലക്ട്രോണിക്കൽ സേഫ്റ്റി, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സേഫ്റ്റി. ഈ ഒരു 5 സേഫ്റ്റി സിസ്റ്റംസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാറ്ററി പാക്കാണ് ഇപ്പോൾ കറൻ്റ്ലി അൾട്രാവയലറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിൽ നിന്ന് അവർ പുതിയൊരു ബാറ്ററി പാക്ക് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായിട്ടുള്ള ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ അൾട്രാവയലറ്റിൻ്റെ തന്നെ F99. അതിൽ വരുന്ന ബാറ്ററി പാക്ക് കുറച്ചും കൂടെ വലിയ ബാറ്ററി പാക്കാണ്. അൾട്ടിമേറ്റ് ആൻഡ് അൺകോംപ്രമൈസ്ഡ് പെർഫോമൻസ് ഒക്കെ തരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാറ്ററി പാക്കാണ്. അപ്പോൾ ഇത്രയാണ് അൾട്രാവയലറ്റിൻ്റെ ബാറ്ററിയുടെ എവല്യൂഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അൾട്രാവയലറ്റ് അവരുടെ R&Dനെ കുറിച്ചും അവർ മോട്ടോർ സൈക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാവയലറ്റിൻ്റെ സ്ക്വാഡ്രോൺ അൾട്രാവയലറ്റിൻ്റെ ഒരു കസ്റ്റമർ ഗ്രൂപ്പാണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫീഡ്ബാക്കും അവർക്ക് എന്താണ് നീഡ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിന് അനുസരിച്ചുള്ള ഇന്നോവേഷൻസും ടെക്നോളജീസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അൾട്രാവയലറ്റ് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് സ്ക്വാഡ്രോൺ. അപ്പോൾ അതിനെക്കുറിച്ചും അതേപോലെ തന്നെ അൾട്രാവയലറ്റിൻ്റെ സൗണ്ട്, ആ ഒരു സെറ്റപ്പിനെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ടൊരു ജെറ്റ് എൻജിൻ്റെ സൗണ്ടാണ് അൾട്രാവയലറ്റ് വന്നിട്ടുള്ളത്. അതൊരു സ്പീക്കർ സൗണ്ടൊന്നുമല്ല, അൾട്രാവയലറ്റിൻ്റെ മോട്ടറിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു സൗണ്ട് വരാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിലാണ് അവർ അൾട്രാവയലറ്റിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൗണ്ട് ഒരു വേറെ തന്നെ ഫീലാണ്, അൾട്രാവയലറ്റ് ഓടിച്ചവർക്ക് അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ അൾട്രാവയലറ്റിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം അതൊരു സ്കെയിലബിൾ പ്ലാറ്റ്ഫോമാണ്. കാരണം അവരുടെ ടെക്നോളജിയും അവരുടെ മോട്ടോർ സൈക്കിൾസിൻ്റെ പ്ലാറ്റ്ഫോം, ഈ ബാറ്ററി പാക്ക് ആയാലും അതുപോലെ മോട്ടർ കാര്യങ്ങളെല്ലാം തന്നെ ഒരു സ്കെയിലബിൾ ആൻഡ് ലേറ്റസ്റ്റ് ടെക് ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് അൾട്രാവയലറ്റ് അവരുടെ വണ്ടികളൊക്കെ മാനുഫാക്ചർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഒരുപാട് വണ്ടികൾ അൾട്രാവയലറ്റിനെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റ് ഫുള്ളായിട്ട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിലേക്കൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതുപോലെ തന്നെ അൾട്രാവയലറ്റിൻ്റെ ഫ്യൂച്ചർ ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലാബുണ്ട് അൾട്രാവയലറ്റിന്, അൾട്രാവയലറ്റ് ഫ്യൂച്ചർ ലാബ്. ഏരിയ 71 എന്നൊക്കെയാണ് അൾട്രാവയലറ്റ് ഇതിനൊരു വിളിപ്പേരായിട്ട് വിളിക്കുന്നത്. കാരണം ആ രീതിയിലുള്ള ടെക്നോളജീസ് അവർ ഇവോൾവ് ചെയ്തിട്ടുന്നുണ്ട് ഈ ഒരു അൾട്രാവയലറ്റ് ഫ്യൂച്ചർ ലാബിൽ. അതുകൊണ്ട് തന്നെ അതിനൊരു ഏരിയ 71 എന്നുള്ള രീതിയിലാണ് അവർ കോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കുറച്ച് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരുടെ ഡെമോ ഒക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ ADAS, അതായത് നമ്മുടെ പ്രീമിയം കാറിലൊക്കെ കാണുന്ന പോലെ ADAS അതുപോലത്തെ ഒരു സേഫ്റ്റി സിസ്റ്റമാണ് അൾട്രാവയലറ്റ് ADAS. ഇതിൽ തന്നെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടുള്ള റഡാർ സിസ്റ്റംസും ഇതുപോലെ തന്നെ ഡാഷ് ക്യാം ഇതുപോലത്തെ സിസ്റ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സേഫ്റ്റി സിസ്റ്റമാണ് നമ്മുടെ ADAS പോലെ തന്നെ. അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മറ്റൊരു ടെക്നോളജിയാണ് കണക്റ്റഡ് റൈഡിംഗ് ഗ്ലൗസ്, അതായത് ഗെസ്റ്റർ കൺട്രോൾ റൈഡിംഗ് ഗ്ലൗസ്. ഈ ഒരു ഗ്ലൗസ് നമ്മൾ വിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്ലൗസിലുള്ള കുറച്ച് ഗെസ്റ്റേഴ്സ് വെച്ച് നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൺസോളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് കൺസോളിലുള്ള റൈഡിംഗ് മോഡ്സ്,
അതുപോലെ തന്നെ ഡേ ഓർ നൈറ്റ് തീംസ്, ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്യാൻ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള നമ്മുടെ ഹാൻഡ് ഗസ്റ്റർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഹാൻഡ് ജസ്റ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓണാവും, റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ റൈറ്റ് ഇൻഡിക്കേറ്റർ. അതുപോലെ ഹാൻഡിൻ്റെ മുകളിൽ ചെറിയ ഗസ്റ്റേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസോളും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൈഡിംഗ് ആവും. ഇതൊക്കെ അവർ ഡെവലപ്പിംഗ് ആൻഡ് ടെസ്റ്റിംഗ് സ്റ്റേജിലുള്ള സംഭവങ്ങളാണ്. വൈകാതെ ഫ്യൂച്ചറിൽ അടുത്ത വർഷമോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അൾട്രാ വയലറ്റിൻ്റെ ആപ്പ്, അതിൽ അനലിറ്റിക്സ് കാര്യങ്ങൾ, ഇതിലൊക്കെ അവർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ അൾട്രാ വയലറ്റിൻ്റെ എയർ സ്പേസ്, അതായത് അൾട്രാ വയലറ്റിൻ്റെ ഒരു അപ്കമിങ് ജാക്കറ്റാണ്. നേരത്തെ പറഞ്ഞ റൈഡിംഗ് ഗ്ലൗവിനെ പോലെ തന്നെ ഒരു പുതിയ ജാക്കറ്റും അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എയർ കണ്ടീഷൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ റൈഡിംഗ് ജാക്കറ്റാണ്. അതായത് ഈ ഒരു റൈഡിംഗ് ജാക്കറ്റ് വെച്ച് നമുക്ക് ഹീറ്റും ചെയ്യാം കൂളും ചെയ്യാം. എയർ കണ്ടീഷൻ, അതായത് AC ഇൻക്ലൂഡഡ് റൈഡിംഗ് ജാക്കറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതൊക്കെ അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ അടുത്തൊന്നും വരില്ല, അടുത്ത വർഷം എന്തായാലും 2026 കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഹെൽമെറ്റും അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റൈഡർ വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AR സ്മാർട്ട് ഹെൽമെറ്റ്, നമ്മുടെ അയൺമാനിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെറിയ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് AR സ്മാർട്ട് ഹെൽമെറ്റ്. അപ്പോൾ അതും അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവർ ഇതിനെ ഏരിയ 71 എന്ന് വിളിക്കുന്നത്, ഈ ഒരു UV ഫ്യൂച്ചർ ലാബിനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അവർ ഈ ഒരു ലാബിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള 2 ടൂ വീലേഴ്സിലേക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അൾട്രാ വയലറ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് നോക്കാം. അൾട്രാ വയലറ്റ് ടെസറാക്ട്, ദ വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കൂട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് അൾട്രാ വയലറ്റ് ഈ ഒരു വണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വെറുതെ ഒരു ടാഗ് ലൈൻ കൊടുത്തതല്ല, അത്രമാത്രം ടെക് റിച്ചും അതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ഒക്കെ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു വണ്ടിയും അൾട്രാ വയലറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അൾട്രാ വയലറ്റിൻ്റെ ആ ഒരു എയറോസ്പേസ് ആ ഒരു തീമിൽ തന്നെയാണ്. നമുക്കറിയാം F-77 ഒക്കെ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫൈറ്റർ ജെറ്റിന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അതുപോലെ ഈ ഒരു സ്കൂട്ടർ അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കോമ്പാറ്റ് ഹെലികോപ്റ്ററിൻ്റെ ഡിസൈനിന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അതായത് മിലിറ്ററിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഫൈറ്റർ ഹെലികോപ്റ്റേഴ്സിന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവർ ഈ ഒരു ടെസറാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂട്ടർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പേരും അവർ ഈ ഒരു അഡ്വാൻസ്ഡ് സ്കൂട്ടർ, അതായത് ഇത്രയും ടെക് റിച്ച് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് അഡ്വാൻസ്ഡ് സ്കൂട്ടർ ആയതുകൊണ്ടാണ് ഈ ഒരു പവർഫുൾ നെയിം തന്നെ ഈ ഒരു വണ്ടിക്ക് കൊടുത്തത്, ടെസറാക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു ലക്ഷറി സ്കൂട്ടറിൻ്റെ ആ രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഡിസൈൻ തന്നെയാണ്. അതായത് കുറച്ച് ബൾക്കിയർ ആയിട്ടുള്ള ഡിസൈനാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് സ്കൂട്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ ആയാലും നമ്മുടെ നോർമൽ IC എൻജിൻ സ്കൂട്ടേഴ്സ് ആയാലും ഒക്കെ ഈ ഒരു ഡിസൈന് കുറച്ചൊരു യുണീക്കായിട്ട് നിൽക്കുന്നുണ്ട്. ആ രീതിയിലാണ് അവരിത് ചെയ്തിട്ടുള്ളത്. സീറ്റിൻ്റെ ഡിസൈൻ ആയാലും സൈഡ് ഫയറിങ്, ഹെഡ്ലൈറ്റുകൾ, അതുപോലെ കൺസോള് കാര്യങ്ങൾ, സസ്പെൻഷൻസ് എല്ലാം തന്നെ ആ ഒരു പ്രീമിയം തിങ്സിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, ബാക്കിലൊക്കെ ഒരു ഡുവൽ സെറ്റ് സസ്പെൻഷനാണ് വരുന്നത്. ഇതിനൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഈ ഒരു വണ്ടി വരുന്നത് 20 bhp പവറോട് കൂടിയിട്ടാണ്. അതുപോലെ 260 കിലോമീറ്ററിൻ്റെ IDC റേഞ്ച് വരുന്നുണ്ട്. 2.9 സെക്കൻഡാണ് 0 to 60 km/h ആക്സിലറേഷൻ വരുന്നത്. അതുപോലെ 125 km/h ടോപ്പ് സ്പീഡും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വണ്ടിയെ എന്തുകൊണ്ടാണ് മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കൂട്ടർ എന്ന് അൾട്രാ വയലറ്റ് വിളിക്കുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിനായിട്ട് ഈ ഒരു ടാഗ് ലൈൻ കൊടുക്കാൻ കാരണം ഇതിൽ വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതായത് അൾട്രാ വയലറ്റിൻ്റെ ARAS, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ADAS പോലെ അൾട്രാ വയലറ്റ് വരുന്ന ഒരു ഫീച്ചറാണ് ARAS. അതായത് റഡാർ ടെക്നോളജി, അതുപോലെ ഒംനിസെൻസ് മിറേഴ്സ്, ഡുവൽ ഡാഷ് ക്യാം സെറ്റപ്പുകൾ, ഈ ഒരു സെറ്റപ്പുകളൊക്കെ അൾട്രാ വയലറ്റ് ഈ ഒരു വണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഡാർ ടെക്നോളജി ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട്. ഇത് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, അതുപോലെ കൊളീഷൻ അലേർട്ടൊക്കെ തരും. അതുപോലെ ഒംനിസെൻസ് മിറേഴ്സിൽ നമ്മുടെ ലെയിൻ ചേഞ്ച് അലേർട്ടുകൾ, ഓവർടേക്കിംഗ് അസിസ്റ്റുകളൊക്കെ വരും. ഇതൊക്കെ നമ്മൾ പ്രീമിയം ഇലക്ട്രിക് കാർസിലും അതുപോലെ തന്നെ ലക്ഷറി കാർസിലൊക്കെ കണ്ടുവരുന്ന ഫീച്ചേഴ്സാണ് ഈ ഒരു ഒംനിസെൻസ് മിറേഴ്സൊക്കെ. ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് സ്കൂട്ടറിൽ വരുന്നത്. ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും ലെയിൻ ചേഞ്ച്, ഓവർടേക്കിംഗ് അസിസ്റ്റ്, ഈ സംഭവത്തിൻ്റെ ഒക്കെ ആവശ്യം കാര്യങ്ങളൊക്കെ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഉള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു അലേർട്ട്സൊക്കെ നമുക്ക് ഹാൻഡിൽ ബാറിൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. ഹാൻഡിൽ ബാറിൽ ആ രീതിയിലുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് സെറ്റപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാഷ് ക്യാം, ഫ്രണ്ടിലും ബാക്കിലും ഡാഷ് ക്യാം വരുന്നുണ്ട്. ഈ ഒരു ഡാഷ് ക്യാമും ആദ്യമായിട്ടാണ് ഒരു സ്കൂട്ടറിൽ വരുന്നത്. പൊതുവെ സ്കൂട്ടറിൽ നിന്നല്ല, ടൂ വീലേഴ്സിൽ തന്നെ ഫസ്റ്റ് ടൈം ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വേറെ ഒരു വണ്ടിയിലും ഇൻബിൽഡായിട്ട് ഡാഷ് ക്യാം വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് മാത്രം തന്നെ മതി ഈ ഒരു സ്കൂട്ടറിനെ അഡ്വാൻസ് സ്കൂട്ടർ എന്ന് വിളിക്കാൻ, വേറൊന്നും വേണമെന്നില്ല.
പക്ഷേ ഈ ഫീച്ചേഴ്സ് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. ഇതിൽ 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ തന്നെ കസ്റ്റമൈസബിൾ UI ഉണ്ട്, അതുപോലെ ഓൺ ബോർഡ് നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ട്. നമ്മുടെ അൾട്രാവയലറ്റിൻ്റെ AI, വയലറ്റ് AI അതൊക്കെ ഈ ഒരു കൺസോളിൽ ഇൻബിൽഡായിട്ട് വരുന്നുണ്ട്. പിന്നെ ആപ്പിൽ വരുന്ന നോർമൽ ഫീച്ചേഴ്സ്, അൾട്രാവയലറ്റിൻ്റെ ഡെൽറ്റ വാച്ച് സേഫ്റ്റി സിസ്റ്റം, അതായത് ടോയിങ് അലേർട്ട്, മൂവ്മെൻറ്റ് അലേർട്ട് സംഭവങ്ങളൊക്കെ, പിന്നെ കീലെസ് ആക്സസ്, പാർക്ക് അസിസ്റ്റ്, ഹിൽ ഹോൾഡ്, ക്രൂസ് കൺട്രോൾ, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു കൺസോളിൽ വരുന്നുണ്ട്. അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ LED ആണ് വരുന്നത്, ഫ്ലോട്ടിംഗ് DRL വരുന്നുണ്ട്. ഇതുപോലെ LED പ്രൊജക്ട് ലാമ്പാണ് മെയിൻ ഹെഡ്ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലെ ടൈൽ ലൈറ്റ് ആയാലും ഫ്ലോട്ടിംഗ് LED ആയിട്ടാണ് വരുന്നത്. പിന്നെ പാർക്കിംഗ് ലൈറ്റ് ഉണ്ട്. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ലൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു വരുന്നുണ്ട്. പിന്നെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഇതും സ്കൂട്ടറിൽ ഫസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഡുവൽ ചാനൽ ABS. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, അൾട്രാവയലറ്റിൻ്റെ സേഫ്റ്റി സിസ്റ്റമായ ഡൈനാമിക് സ്റ്റെബിലിറ്റി കൺട്രോൾ DSC, അതും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ യൂട്ടിലിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വയർലെസ് ചാർജിങ് പോക്കറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ Type C USB പോർട്ടുകൾ വരുന്നുണ്ട്, അതും മൾട്ടിപ്പിൾ USB പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 34 ലിറ്റർ അണ്ടർ സീറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട്. അതിൽ തന്നെ ഫുൾ ഫേസ് ഹെൽമെറ്റ് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഈ ഒരു വീൽസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 14 ഇഞ്ച് വീൽസാണ് വരുന്നത്, വിത്ത് എയറോ ഡിസ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ഫീൽ കിട്ടും. അതുപോലെ തന്നെ കുറേ കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും, കുറച്ച് വലിയ വീൽസ് ആയതുകൊണ്ട് തന്നെ. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 4 കളർ ഓപ്ഷൻസിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. 4 ഷെയ്ഡ്സ് 4 പേഴ്സണാലിറ്റീസ് എന്നാണ് അൾട്രാവയലറ്റ് പറയുന്നത്. ഡെസേർട്ട് സാൻഡ്, സ്റ്റെൽത്ത് ബ്ലാക്ക്, സോളാർ വൈറ്റ്, അതുപോലെ സോണിക് പിങ്ക്. ഈ ഒരു കളർ ഓപ്ഷൻസ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻസും അൾട്രാവയലറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സണലൈസ് ആയിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമൈസബിൾ ഓപ്ഷൻസും അൾട്രാവയലറ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വൈകാതെ തന്നെ അവർ അറിയിക്കുമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ബാക്കി വരുന്ന സ്പെക്കും കാര്യങ്ങളൊക്കെ. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. കൂടുതൽ ഡീറ്റെയിൽസ് വൈകാതെ അവർ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അവരുടെ അൾട്രാവയലറ്റിൻ്റെ സൈറ്റ് ഒന്ന് റെഫർ ചെയ്താൽ മതി ഇവർക്ക്. ഈ ഒരു വണ്ടിക്ക് അവർ 3 ഇയർ അല്ലെങ്കിൽ 75,000 കിലോമീറ്ററിൻ്റെ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അത് 8 ഇയർ ഓർ 2 lakh കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്പെക്ക് റിച്ച്, ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക്, ഇത്രയും ടെക് റിച്ച് ആയിട്ടുള്ള വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കൂട്ടറിൻ്റെ പ്രൈസ് ടാഗ് അവർ കൊടുത്തിട്ടുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു വണ്ടിക്ക് എന്തായാലും 2.5 lakh പ്രൈസ് വരും. അത് ഈ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇത്രയും ഈ ഒരു പ്രൈസ് ടാഗിൽ വന്നാലും അത് ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അവർ 2.5 lakh അല്ല ഇതിന് പ്രൈസ് ടാഗ് കൊടുത്തിട്ടുള്ളത്, 1.45 lakh ആണ്. ഇതൊരു രക്ഷയില്ലാത്ത പ്രൈസ് ടാഗാണ്. കാരണം പോലെയും ഈത്തറൊക്കെ ഒരു സൈഡിലായി പോകും ഈ ഒരു പ്രൈസ് ടാഗിൽ ഈ ഒരു വണ്ടി വന്നാൽ. ഇതിൽ തന്നെ മറ്റൊരു സർപ്രൈസ് ഉണ്ട്. ഈ ഒരു 1.45 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പക്ഷേ അവർ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് 1.2 lakh ഈ ഒരു വണ്ടി സ്റ്റാർട്ടിങ്ങിൽ സെല് ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് 10,000 ബുക്കിങ്ങിന് 1.2 lakh ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് ആട്ടോ ഈ പറഞ്ഞതൊക്കെ. പക്ഷേ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിന് ശേഷം ഫസ്റ്റ് ഡേയിൽ തന്നെ ആൾമോസ്റ്റ് ഈ ഒരു 10,000 ബുക്കിംഗ് ആയി. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേന് 10,000 അബോവ് ബുക്കിംഗ് വന്നു. 20,000 സംതിങ് അങ്ങാണ്ട് ബുക്കിംഗ് ആയി സെക്കൻഡ് ഡേ കഴിഞ്ഞപ്പോഴത്തേന്. അതുകൊണ്ട് തന്നെ അൾട്രാവയലറ്റ് ഒരു പുതിയ അനൗൺസ്മെൻറ്റ് കൂടെ നടത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് 10,000 പേർക്കായിരുന്നു ഈ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ടുള്ള 1.2 lakh അവർ ലോഞ്ച് ഇവൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്രയും ബുക്കിങ്ങും ഇത്രയും ഫീഡ്ബാക്കൊക്കെ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് കട്ടിൻ്റെ ക്രൈറ്റീരിയ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് 50,000 ബുക്കിങ്ങുകൾക്കും ഈ ഒരു 1.2 lakh ഇൻട്രൊഡക്ടറി പ്രൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയും ബുക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് കട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ ക്വിക്കായിട്ട് ഇപ്പോൾ നോക്കിയാൽ കിട്ടും. ഇതും പെട്ടെന്ന് തന്നെ ഫില്ലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു അൾട്രാവയലറ്റ് ടെസ്റാക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു സ്കൂട്ടറിൻ്റെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അൾട്രാവയലറ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ 2 വീലറിലേക്ക് നോക്കാം. ഇത് ശരിക്കും ഒരു പ്രോപ്പർ മോട്ടോർ സൈക്കിൾ തന്നെയാണ്, സ്കൂട്ടറല്ല. ഇതൊരു സർപ്രൈസ് എന്നുള്ള രീതിയിൽ അൾട്രാവയലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ശരിക്കും ഈ ഒരു മോട്ടോർ സൈക്കിളാണ് എന്നെ എക്സൈറ്റ് ചെയ്തതും അതുപോലെ എനിക്ക് ആ ഒരു ഗൂസ് ബമ്പൊക്കെ വന്നത് ഈ ഒരു മോട്ടോർ സൈക്കിളാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു ടോർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊരു അഡ്വഞ്ചർ ഡേർട്ട് ബൈക്കിലൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ ഒരു സാധനമാണ് അൾട്രാവയലറ്റ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അൾട്രാവയലറ്റ് ഷോക്ക് വേവ് 2 സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇതിനൊരു ടാഗ് ലൈനും അൾട്രാവയലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫൺ സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ ആൻഡ് ആൻ എൻഡൂറോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ എന്നുള്ള രീതിയിലാണ് അൾട്രാവയലറ്റ്
ഇറക്കിയിട്ടുള്ളത് ഒരു ഫൺഡ്യൂറോ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ. ഇതൊരു ലൈറ്റ് മോട്ടോർ സൈക്കിൾ പ്ലാറ്റ്ഫോം ആയിട്ടാണ് അൾട്രാവയലറ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൽ സീരീസ് എന്നാണ് അൾട്രാവയലറ്റ് ഈ ഒരു മോട്ടോർ സൈക്കിൾ സീരീസിന് പേര് കൊടുത്തിട്ടുള്ളത്. സ്കൂട്ടർ സീരീസിന് അവർ എസ് സീരീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ സീരീസുകൾ അൾട്രാവയലറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് ലാസ്റ്റ് വരാം. അപ്പോൾ ഈ ഒരു എൽ സീരീസ് ലൈറ്റ് മോട്ടോർ സീരീസ് എന്നുള്ള രീതിയിലാണ് അൾട്രാവയലറ്റ് ഈ ഒരു ഷോക്ക് വേവിനെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പക്ക ഒരു ഡേർട്ട് ബൈക്ക് ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. നമ്മുടെ ടെയിൽ ലാമ്പ് ആയാലും സീറ്റിൻ്റെ ഡിസൈൻ ആയാലും ടാങ്ക്, ഹെഡ്ലൈറ്റ്, കൺസോൾ ഇതെല്ലാം തന്നെ ഒരു എൻഡ്യൂറോ അല്ലെങ്കിൽ ഡേർട്ട് ബൈക്ക് ആ ഒരു രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. പിന്നെ വീല് മാത്രം ബാക്ക് വീല് കുറച്ച് ചെറുതാണ്. റയർ വീല് 17 ഇഞ്ചാണ് വരുന്നത്, അതുപോലെ തന്നെ ഫ്രണ്ട് വീല് 19 ഇഞ്ചാണ് വരുന്നത്. അത് മെയിനായിട്ട് ഇത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടയർ സൈസ് കൊടുക്കാൻ മെയിൻ കാരണം ഇതിൻ്റെ ഈ ഒരു ടോർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു എൻഡ്യൂറോ അല്ലെങ്കിൽ ഒരു ഡേർട്ട് ബൈക്കിന് ആവശ്യമായിട്ടുള്ള 3 മെയിൻ കാര്യങ്ങൾ: ഒന്ന് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, ഒന്ന് ടോർക്ക് ഉണ്ടാകണം, അതും ഏറ്റവും ഏർലി ആയിട്ട് ടോർക്ക് കിട്ടുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ്. അതുപോലെ തന്നെ ബെറ്റർ സസ്പെൻഷൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു 3 കാര്യം കൂടി പാക്ക് ചെയ്തിട്ടാണ് അൾട്രാവയലറ്റ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. ഈ ഒരു വണ്ടിയിൽ വരുന്ന ടോർക്ക് 505 ന്യൂട്ടൺ മീറ്റർ ആണ്. അതായത് റയർ വീലിലേക്ക് വരുന്ന ടോർക്ക് നമ്മുടെ F77 ആ ഒരു സെയിം തന്നെയാണ്. അതായത് 100 ന്യൂട്ടൺ മീറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോട്ടറാണ്. അതുതന്നെ റയർ വീലിലേക്ക് വരുമ്പോൾ 505 ന്യൂട്ടൺ മീറ്റർ വരും. കഴിഞ്ഞ ലോഞ്ച് ഇവൻറ്റിൽ അവർ 2 ട്രക്ക് പുള്ള് ചെയ്യുന്ന ഒരു വീഡിയോ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം ടോർക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വരുന്നത്. പക്ഷേ ഈ ഒരു ഷോക്ക് വേവിലേക്ക് വരുമ്പോൾ മറ്റൊരു മെയിൻ ഡിഫറൻസ് ഉണ്ട്. കാരണം F77 നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം 200 വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടി ഈ ഒരു ഷോക്ക് വേവ് വരുന്നത് വെറും 120 കിലോഗ്രാമാണ്. അപ്പം ഈ ഒരു വെയിറ്റ് ടോർക്ക് റേഷ്യോ എത്രത്തോളം ഉണ്ടാവുമെന്ന് ജസ്റ്റ് ചിന്തിച്ചാൽ മതി. അൾട്രാവയലറ്റ് F77 ഓടിച്ചേർത്ത് അറിയുന്നുണ്ടാവും അതെങ്ങനെ എത്രത്തോളം പുള്ള് ചെയ്യുന്നുണ്ട് ആ ഒരു ടോർക്കിൻ്റെ ഫീല്. അപ്പം ഈ ഒരു സെയിം ടോർക്ക് ഒരു 120 കിലോഗ്രാമിൽ വരുമ്പം എങ്ങനെ ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഇത് ഓടിച്ചാൽ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വരുമ്പോൾ ചെയ്ത് നോക്കണം. അതേപോലെ 14.5 HP ആണ് ഈ ഒരു വണ്ടിയിൽ വരുന്ന പവർ. 120 km/h ടോപ്പ് സ്പീഡ് വരുന്നുണ്ട്. 165 km ആണ് IDC റേഞ്ച് വരുന്നത്. 0 to 60 km/h ആക്സലറേഷൻ വരുന്നത് 2.9 സെക്കൻഡാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 200 mm ട്രാവൽ വരുന്ന 37 mm കാർട്രൈഡ് ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ റെയർ സസ്പെൻഷൻ വരുന്നത് 180 mm ട്രാവലുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ്. അപ്പോൾ സസ്പെൻഷനും അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ട് വീല് വരുന്നത് 19 ഇഞ്ച് ഫ്രണ്ട് വീലാണ്, ബാക്ക് വീല് വരുന്നത് 17 ഇഞ്ചാണ്. രണ്ടും സ്പോക്ക് വീലാണ് വരുന്നത്. ഇനി ഡിസ്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് 270 mm ആക്സിയൽ ഡുവൽ പിസ്റ്റൺ കാലിപ്പർ ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് 220 mm ഫ്ലോട്ടിംഗ് സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഡുവൽ പ്രൊജക്ടർ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതുപോലെ 5 ഇഞ്ചിൻ്റെ TFT കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു TFT കളർ ഡിസ്പ്ലേൻ്റെ ഒക്കെ ഡിസൈന് നമ്മുടെ ടെനറേന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത പോലെ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ഹെഡ് സെക്ഷനൊക്കെ നോക്കുമ്പോൾ. പിന്നെ ഇതൊരു സിംഗിൾ റൈഡർ ഫൺഡ്യൂറോ വണ്ടിയാണെങ്കിലും ഇതിനൊരു 2 സീറ്റർ ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ചബിൾ ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. പിന്നെ ഇതൊരു ലീഗലായിട്ടുള്ളൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. പൊതുവേ മറ്റ് കമ്പനികളൊക്കെ ഇറക്കുന്ന IC എൻജിൻസ് വണ്ടികളെല്ലാം തന്നെ അധികം ഈ ഒരു ഡേർട്ട് മോട്ടോർ സൈക്കിൾ കാറ്റഗറിയിലേക്ക് വരുമ്പം ഇല്ലീഗലായിട്ടാണ് അവർ ഇറക്കാറ്. അതായത് റോഡ് ഇല്ലീഗലായിട്ടുള്ള വണ്ടികളാണ് വരാറ്. ഇപ്പോൾ ഈ ഒരു അടുത്ത് വന്ന കവാസാക്കിയുടെ ആ ഒരു KLX മാത്രമാണ് റോഡ് ലീഗലായിട്ട് ഇറക്കിയിട്ടുള്ളത്. റോഡ് ഇല്ലീഗലായിട്ടാണ് വരാറ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി റോഡ് ലീഗലായിട്ടാണ് അൾട്രാവയലറ്റ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫ് റോഡ് ഡേർട്ട് അഡ്വഞ്ചർ ഫൺ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ സിംഗിൾ സ്പീഡ് റിഡക്ഷൻ ട്രാൻസ്മിഷനാണ് വരുന്നത്. അതേപോലെ ചെയിൻ ഡ്രിവൺ ആണ് ഈ ഒരു വണ്ടി വരുന്നത്. 248 പിച്ച് എക്സ്-റിംഗ് ചെയിനാണ് വരുന്നത്. അതുപോലെ അൾട്രാവയലറ്റിൽ വരുന്ന യൂഷ്വൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലും വരുന്നുണ്ട്. സ്വിച്ചബിൾ ABS വരുന്നുണ്ട്. അതേപോലെ 4 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. 6 ലെവൽ റീജനും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഡൈനാമിക് റീജൻ അതും ഈ ഒരു വണ്ടിയിൽ അൾട്രാവയലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്വിക്കായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഈ ഒരു വണ്ടി 2 കളർ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. കോസ്മിക് ബ്ലാക്ക് വിത്ത് യെല്ലോ, അതുപോലെ തന്നെ ക്രോസ്റ്റ് വൈറ്റ് വിത്ത് റെഡ്. ഈ ഒരു 2 കളർ ഓപ്ഷനിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയും
അത്യാവശ്യം നല്ല പ്രൈസിൽ വരേണ്ട വണ്ടിയാണ്. പൊതുവെ ഡേർട്ട് ബൈക്സിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ നല്ല എൻഡ്യൂറൻസ് ഒക്കെ വേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഡേർട്ട് ബൈക്ക് കാറ്റഗറി പൊതുവെ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ഈ ഒരു വണ്ടി വരുന്നത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതായത് 1.75 lakh ഷോറൂമാണ് ഈ ഒരു വണ്ടിയുടെ റേറ്റ് വരുന്നത്. ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ചോയ്സ് തന്നെയാണ്. ഈ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾക്ക് കുറച്ചൊരു ക്ഷീണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ഒരു വണ്ടിക്കും ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് അൾട്രാ വയലറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. 1.4999 ആണ് ഈ ഒരു വണ്ടിയുടെ ഇൻട്രൊഡക്ടറി എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. അതായത് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന 1000 ആളുകൾക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു വണ്ടി കിട്ടും. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ ഈ ഒരു 1000 ബുക്കിംഗ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അൾട്രാ വയലറ്റ് ഈ ഒരു പ്രൈസ് കട്ട് കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അടുത്ത 1000 ആളുകൾക്ക് കൂടെ ഈ ഒരു പ്രൈസ് കട്ട് കിട്ടും. ഇനി അത് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് അറിയില്ല. ഏതായാലും നിങ്ങൾ അൾട്രാ വയലറ്റിൻ്റെ ഇൻസ്റ്റാ പേജും അതുപോലെ തന്നെ അൾട്രാ വയലറ്റിൻ്റെ വെബ്സൈറ്റൊക്കെ ഫോളോ ചെയ്ത് നോക്കാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഷോക്ക് വേവിനെ കുറിച്ചുള്ളത്. ഞാൻ ശരിക്കും ഈ ഒരു ഷോക്ക് വേവ് വണ്ടി കാണാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആണ്. ശരിക്കും ഓലയുടെ ഒക്കെ മോട്ടോർ സൈക്കിൾസ് വരും എന്നുള്ള ഒരു ന്യൂസും ആ ഒരു ലോഞ്ച് ഇവൻ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അൾട്രാ വയലറ്റ് ഇതുപോലെയുള്ള വണ്ടികൾ ഇറക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ അൾട്രാ വയലറ്റിൻ്റെ വണ്ടികൾ ഇനി എന്നാ വരുന്നത്, അവരെന്നാണ് ലോഞ്ച് അനൗൺസ്മെൻറ്റ് വരുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ്. കാരണം ഞാൻ വിചാരിച്ച് അൾട്രാ വയലറ്റ് പൊതുവെ പ്രീമിയം മോട്ടോർ സൈക്കിൾസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി നിൽക്കുന്നതായിരുന്നു. പക്ഷേ അവർ ഈ ഒരു പ്രീമിയം ടെക് റിച്ച് ആയിട്ടുള്ള വണ്ടികൾ കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2 വണ്ടികളും 2026 ഫസ്റ്റ് ക്വാർട്ടറോട് കൂടിയിട്ടാണ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം ബുക്കിംഗ് ഓപ്പൺ ആണ് രണ്ടും. അടുത്ത കൊല്ലം ഫസ്റ്റ് ക്വാർട്ടർ മുതൽ ഈ ഒരു വണ്ടി ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വരും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൻ്റെ അവസാനമായിട്ട് അൾട്രാ വയലറ്റ് അവരുടെ ഫ്യൂച്ചർ പ്ലാനുകൾ പറയുന്നുണ്ട്. അതായത് അൾട്രാ വയലറ്റിൻ്റെ കംപ്ലീറ്റ് ലൈനപ്പ് സീരീസുകൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു സ്നീക്ക് പീക്ക് തന്നിട്ടുണ്ട്. അതായത് അൾട്രാ വയലറ്റിൻ്റെ എഫ് സീരീസിൽ ഇപ്പോൾ ഉള്ള വണ്ടികൾ മാർക്ക് 2 ഉണ്ട്, അതുപോലെ സൂപ്പർ സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ റേസ് സ്പെക്ക് ആയിട്ടുള്ള F99 ഉണ്ട്. പിന്നെ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ള സ്കൂട്ടർ വരുന്നത് എസ് സീരീസ് എന്ന് പറഞ്ഞിട്ടാണ്. ഇതിലും ഇനി 2 സ്കൂട്ടർ കൂടെ വരുന്ന അവർ സ്നീക്ക് പീക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് മോട്ടോർ സൈക്കിൾ സീരീസിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഷോക്ക് വേവ്, അതിലും 2 മോട്ടോർ സൈക്കിൾ കൂടെ വരുന്ന അവർ സ്നീക്ക് പീക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ സ്കൂട്ടറിലും ലൈറ്റ് മോട്ടോർ സൈക്കിൾ സീരീസിലും ഇതിൻ്റെ തന്നെ വേറെ വേരിയൻ്റ് ആണോ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നുണ്ട് സെപ്പറേറ്റ് ബാറ്ററി പാക്ക് വേരിയൻ്റ് ആണോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നോക്കാം. പിന്നെ അടുത്തത് വരുന്നത് ഒരു എക്സ് സീരീസ് വരുന്നുണ്ട്. ഇത് പൊതുവെ ഒരു അഡ്വഞ്ചർ ടൂറിംഗ് സെഗ്മെൻറ്റിൽ വരുന്ന മോട്ടോർ സൈക്കിളാണെന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ഈ ഒരു ഷാഡോ പിക്ക് കണ്ടിട്ട് ആ രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ മാത്രമല്ല അൾട്രാ വയലറ്റ് ഈ ഒരു അഡ്വഞ്ചർ ടൂറിംഗ്, അതായത് അഡ്വഞ്ചർ അല്ല, ഒരു റോഡ് ടൂറിംഗ് മോട്ടോർ സൈക്കിൾ അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു അഡ്വഞ്ചർ ഓഫ് റോഡ് ടൈപ്പ് ഡുവൽ പർപ്പസ് ആ ഒരു രീതിയിലുള്ള വണ്ടിയല്ല, ഒരു പക്ക റോഡ് ടൂറിംഗ് മോട്ടോർ സൈക്കിൾ. അതൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ ആ ഒരു ഡിസൈനിൽ വരുന്ന രീതിയിലുള്ള ഒരു റോഡ് ടൂറിംഗ് മോട്ടോർ സൈക്കിൾ അൾട്രാ വയലറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്നാണ് ഞാൻ കേട്ടൊരു ന്യൂസ്. അത് ഈ ഒരു എക്സ് സീരീസിലാവും വരിക. പിന്നെ ഉള്ളത് ബി സീരീസിൻ്റെ ഈ ഒരു ഷാഡോ പിക്ക് കണ്ടിട്ട് ഇതൊരു ക്രൂസർ ടൈപ്പ് മോട്ടോർ സൈക്കിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ഹാർലി ഡേവിഡ്സൺ ആ ഒരു ടൈപ്പ് ഓഫ് ക്രൂസർ മോട്ടോർ സൈക്കിൾ ആകണം. അങ്ങനെയാണെങ്കിലാണ് കുറച്ചും കൂടി അടിപൊളി. കാരണം ക്രൂസേഴ്സാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിലേക്ക് വരുമ്പം കുറച്ചും കൂടി അടിപൊളിയാവുക. കാരണം ക്രൂസേഴ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോപ്പ് സ്പീഡ് കുറവായിരിക്കും, അതുപോലെ തന്നെ ഹൈ ടോർക്കും ആയിരിക്കും. അതാണ് പൊതുവെ ക്രൂസേഴ്സിനുള്ള ഒരു സ്പെസിഫിക്കേഷൻ. അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ടാവും. ഈ 3 സംഭവവും ഒത്തുവരുന്നത് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ്. പക്ഷേ പൊതുവെ ഇലക്ട്രിക് ബൈക്കുകൾ ആരും ക്രൂസേഴ്സ് ടെസ്റ്റ് ചെയ്യാറില്ല. ഇപ്പം ക്രൂസേഴ്സ് മാത്രമല്ല ഡേർട്ട് ബൈക്സും ആരും ടെസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ അൾട്രാ വയലറ്റ് ഇപ്പോൾ ഡേർട്ട് ബൈക്ക് ടെസ്റ്റ് ചെയ്ത് ഇനി ഈ ക്രൂസേഴ്സ് ആവണം അവർ ഈ ബി സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എക്സ് സീരീസും ബി സീരീസും കണ്ടിട്ട് എന്താ തോന്നുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു ലോഞ്ച് ഇവൻറ്റോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് അൾട്രാ വയലറ്റ് ഇലക്ട്രിക് 2 വീലർ സെഗ്മെൻറ്റ് പിടിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം മോട്ടോർ സൈക്കിൾസിനെ കുറിച്ച് നന്നായി അറിയുന്ന ആളുകളാണ് അവർ എന്നുള്ളത് ഈ ഒരു ലോഞ്ച് ഇവൻറ്റോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി. കാരണം ഇലക്ട്രിക് വണ്ടികളുടെ മെയിൻ പ്രത്യേകത ഒന്ന് വെയിറ്റാണ്, അതുപോലെ മറ്റൊന്ന് ഹൈ ടോർക്കുമാണ്. ഈ ഒരു 2 സ്പെക്ക് വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് ക്രൂസേഴ്സും ഒന്ന് ഡേർട്ട് അല്ലെങ്കിൽ അഡ്വഞ്ചർ കാറ്റഗറിയാണ്. അപ്പോൾ ഇത് രണ്ടും അൾട്രാ വയലറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ലോഞ്ച് ഇവൻറ്റോട് കൂടിയിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അൾട്രാ വയലറ്റ് മിക്കവാറും ഈ ഒരു ഇലക്ട്രിക് സെഗ്മെൻറ്റ് പിടിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
അപ്പോൾ ഈ ഒരു ടെസറാക്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഷോക്ക് വേവിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.